മറുനാടനെ ഇടിച്ച ഊച്ചാളികൾ ജട്ടിപ്പുറത്ത് സ്റ്റേഷനിൽ. മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയെ ആക്രമിച്ച കേസിലെ 4 പ്രതികളെയും പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി. പിടിയിലായ പ്രതികളെ തെളിവെടുപ്പിനായി ഇന്ന് രാവിലെ തൊടുപുഴയിൽ എത്തിച്ചു. ആക്രമണത്തിന് നേതൃത്വം നൽകിയ CPM പ്രവർത്തകനായ മാത്യു കൊല്ലപ്പള്ളി, തൊടുപുഴ സ്വദേശികളായ ടോണി, ഷിയാസ്, അക്ബർ എന്നിവരാണ് അറസ്റ്റിലായത്. ആക്രമണത്തിന് ശേഷം ഒളിവിൽ പോയ സംഘത്തെ ബംഗളൂരുവിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. പ്രതികൾ അക്രമത്തിന് ഉപയോഗിച്ച താറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൂട്ടം കൂടി ആക്രമണം നടത്തിയിട്ട് ഇൻസ്റ്റയിൽ വലിയ പോസ്റ്റും ഇട്ട് കളിച്ച ആ നാറികളെ പോലീസ് തൂക്കിയെടുത്ത് തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ അണ്ണാക്കിൽ പിരിവെട്ടി കീഴോട്ട് കുനിഞ്ഞ് ഇവന്മാർ നിൽക്കുന്നത് കാണുക. ഇക്കഴിഞ്ഞ ശനിയാഴ്ച തൊടുപുഴയിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങും വഴിയായിരുന്നു മങ്ങാട്ട് കവലയിൽ വെച്ച് ഷാജൻ സ്കറിയയ്ക്ക് നേരെ അതിക്രമം ഉണ്ടായത്. മനോജിനോട് മാറാൻ പറഞ്ഞു. പപ്പാടെ ഇങ്ങ് മാറാൻ പറയണം. അയാള് മാനേജ് ചെയ്തോളൂ. പപ്പാടെ ഇങ്ങ് മാറാൻ പറ. അത് ഷാജൻ സ്കറി. പപ്പ ഇടപെട്ടത്. അയാള് മാനേജ് ചെയ്തോളൂ. കുഴപ്പമില്ല. പപ്പയുടെ മാറണം. ടെൻഷൻ ആവല്ലേ എന്ന് പറ. നൈസായിട്ട് എനിക്ക് വെളി നിൽക്കുക. ഇല്ല സംഭവത്തിന് തൊട്ടുപുറകെ കടന്നു കളഞ്ഞ അക്രമി സംഘത്തെ ബംഗളൂരുവിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത്. അക്രമത്തിന് നേതൃത്വം നൽകിയ മാത്യൂസ് കൊല്ലപ്പള്ളി, ഷിയാസ് കൊന്താലം ഉൾപ്പെടെയുള്ളവരാണ് പിടിയിലായത്. സംഘത്തിലെ 5-ാമിനു വേണ്ടി പോലീസ് തെരച്ചിൽ തുടരുകയാണ്. നിലവിൽ ഇവർക്കെതിരെ വധശ്രമം, സംഘം ചേർന്ന് മർദ്ദിക്കൽ തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ഷാജനെ ആക്രമിച്ചതിന് തൊട്ടുപുറകെ മാത്യൂസ് കൊല്ലപ്പള്ളി
സമൂഹമാധ്യമങ്ങളിലിട്ട കുറിപ്പ് പോലീസിനെ ഇവന്മാരെ തൂക്കാൻ വളരെയേറെ സഹായിച്ചു. ഈ ലൊക്കേഷൻ ഉൾപ്പെടെ പിന്തുടർന്നാണ് പ്രതികളെക്കുറിച്ച് സൂചന കിട്ടിയത്. പ്രതികളെ മുഴുവൻ ഷാജൻ സ്കറിയ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. മാധ്യമത്തിലൂടെയുള്ള ഇടപെടലുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുവാൻ പറ്റാത്തതിനാൽ കായികമായി കൈകാര്യം ചെയ്ത് തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നായിരുന്നു ഷാജൻ സ്കറിയയുടെ പ്രതികരണം. നിലവിലെ അന്വേഷണത്തിൽ താൻ തൃപ്തനാണെന്നും ഷാജൻ സ്കറിയ അറിയിച്ചു. CPM പ്രവർത്തകരാണ് ഈ അക്രമത്തിന് പിന്നിലെങ്കിലും പാർട്ടിക്ക് പങ്കില്ലെന്നാണ് ഔദ്യോഗിക വിശദീകരണം. ഷാജൻ സ്കറിയയോടും മാത്യൂസ് കൊല്ലപ്പള്ളിക്കുള്ള വ്യക്തിവൈരാഗ്യമാണ് ഇതിന് പിന്നിലെന്ന് CPM ജില്ലാ നേതാക്കൾ തന്നെ പറയുന്നു. ഇനി ഈ കൊട്ടേഷൻ കൊടുത്തവൻ ആരാണ് എന്നാണ് കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.